2 ഇറക്കാം ഷോറൂം ഹിസ്റ്ററി ഓടിയും കൊണ്ട് ഫുൾ ലോൺ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണിൽ തന്നെ ഒറിജിനൽ കേരള ഒരു ഫോർച്യൂണർ ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രിസ്റ്റയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. വെറും 61,000 കിലോമീറ്റർ ഓടിയിട്ടില്ല, അതും കിലോമീറ്റർ നമുക്ക് വാറണ്ടി വരുന്നതാണ്. ഒരു 50 രൂപ വേണ്ടി വണ്ടി ഉണ്ടാവും. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണില് അതെ, ഒറിജിനൽ കേരള വണ്ടി, അതും ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ടയോട്ടന്റെ ഗംഭീര കളക്ഷനൊക്കെ ആയിട്ട് ബിറ്റോയില് നല്ലൊരു കിഡ്ലർ സെയിലാണ്. അപ്പൊ തവണ ഐക്രോസ് ഒക്കെ അന്വേഷിച്ച് എടുക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് തവണ ഏറ്റവും ടോപ്പ് എൻഡിൽ ഹൈബ്രിഡിൽ നമുക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന വാഹനങ്ങൾ. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ക്രിസ്റ്റകൾ മാത്രമായിട്ടുള്ള ഒരു അടിപൊളി സെക്ഷനാണ് വന്നിട്ടുള്ളത്. മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു പാർട്ടിൽ നിന്നാൽ ടയോട്ടന്റെ കളക്ഷൻസ് ആണ് കൂടുതൽ. അടുത്തൊരു പാർട്ടിൽ നമ്മൾ ക്രെറ്റന്റെ ഒരു സെക്കൻഡ് ജനറേഷന്, സിറ്റി, ഓൾട്ടിസ്, അതേപോലെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് കാറുകളുണ്ട്. ഈ ഒരു മഴക്കാലത്തിനൊക്കെ പറ്റുന്ന അത്യാവശ്യം നല്ല വാഹനങ്ങൾ. പിന്നെ മൂന്നാമത്തെ ഒരു പാർട്ടിയുടെ പക്ക സാധാരണക്കാരെന്നുള്ള ബൈക്കിന്റെ ഒക്കെ ഒരു പ്രൈസിന് കൊണ്ടാകുന്ന ഒത്തിരി വാഹനങ്ങൾ, ഏകദേശം 100ഓളം വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ബിറ്റോയ്. അപ്പോൾ നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്കാണ്. അഫ്സൽക്ക, എന്താണ് ഇത് പൊളിക്കല്ലേ? പൊളിക്കാം. മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ചിട്ട് മഴക്കാലല്ലേ. പിന്നെ സാധാരണക്കാർക്കുള്ള അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. 40 വണ്ടി ഉണ്ട്. 40ഓളം വാഹനങ്ങളാണ് നമ്മൾ ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് മാക്സിമം ഫുൾ ഓണൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് തവണ ഇതിന് തുടങ്ങാം. അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഇന്നോവയുടെ ഐക്രോസ് ആണ്. അത് നമുക്ക് പെട്രോൾ ആണ്, മൈലേജ് റയർ കളറുമാണ് അല്ലെ. അപ്പോൾ നമുക്ക് നല്ല സ്പേസസ് ആണ്, നല്ല ഫീച്ചേഴ്സ്, പനോണി സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് 25-26 മൈലേജും കിട്ടൂല. 20 എന്തായാലും കിട്ടും. ഇത്രയും വലിയ വാഹനമാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കീപ്പ് ചെയ്ത് 40-ലൊക്കെ പോവാണെങ്കിൽ കമ്പനി 26-28 പറയുന്നുണ്ട്. സോ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി. മോഡലൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? 2023 മോഡല്. കിലോമീറ്റർ 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് റീ ആണ്. NOC-ലാണ് NOC കൊടുക്കാം. നമ്പർ ആക്കിയിട്ടും കൊടുക്കാം. അപ്പൊ നമ്മള് നമ്പറൊക്കെ ആക്കിയിട്ട് ഏകദേശം എത്ര രൂപ ചെയ്യാം? നമ്പർ ആക്കിയിട്ട് നമ്മൾ 31 ആസ്ക് ചെയ്യണത്. 31 രൂപ നമ്പർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഷോറൂം ഹിസ്റ്ററിയാണ്. അപ്പൊ അത് നമുക്ക് റീപ്ലേസ് ഇല്ല. അപ്പൊ കേരള വണ്ടിന്റെ ഗ്യാരണ്ടി നമുക്ക് വണ്ടിക്ക് 36 കൊടുക്കണം. 36 കൊടുക്കണം അല്ല. അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. ഇനി നമുക്ക് അവിടെ ക്രിസ്റ്റൽ ആയിക്കോട്ടെ അല്ല. ക്രിസ്റ്റൽ ഫസ്റ്റ് തന്നെ ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഈ 2018 മോഡല്. 18 മോഡല് ഏതായിരുന്നു? ഓട്ടോമാറ്റിക് ആണോ? G4 ഓട്ടോമാറ്റിക് അല്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1.72. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് വരുന്നുണ്ട്, സൈഡ് സ്കേറ്റിംഗ്, അതേപോലെ ടൈപ്പ് 3 കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫുള്ള് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലെ. കേരളയാണോ അതോ റീ വണ്ടിയാണ്? റീ ആണല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 16 റുപ്യ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 16 റുപ്യക്ക്. അതെ, അതിൽ ഏകദേശം നമുക്ക് ഒരു 1 റുപ്യ ഇറക്കാം. 1 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്, 1 രൂപക്ക് വണ്ടി ഉണ്ടാവും. അടുത്തൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല് G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരള ആണ്. നമ്മുടെ സെയിം ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് കേരള, മറ്റേ നമുക്ക് റീ വണ്ടി ആയിരുന്നു. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇതിന് 1.49 ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്, ഒറിജിനൽ കേരള G4 ഓട്ടോമാറ്റിക്. അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി ഒക്കെ പറയാൻ പറ്റുന്ന നമുക്ക് 16 റുപ്യ കൊടുക്കാം. ഇതിന്റെ മൈനസ് ആണ്, ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 16 റുപ്യ കൊടുക്കുക. അറ്റ് ഷോറൂം ഹിസ്റ്ററി ഓടിയും കൊണ്ട് ഫുൾ ലോൺ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. അടുത്ത നമുക്കൊരു വീണ്ടും ഒരു അടിപൊളി കളറാണ്. അതും നമുക്ക് ടൈപ്പ് 2 ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതാണ് ഹൈലൈറ്റ്. 2017 G4 ഓട്ടോമാറ്റിക്. ഓക്കെ. റീ രജിസ്ട്രേഷൻ, 61,000 കിലോമീറ്റർ ഗ്യാരണ്ടി. ഈ 61 നമുക്ക് അതർ സ്റ്റേറ്റ് ആണ്. നമുക്ക് അത്ര ഗ്യാരണ്ടി ഹിസ്റ്ററി ഒക്കെ എടുത്താൽ മതി. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതാണ്. 17 ഓട്ടോമാറ്റിക് 17 ഈ ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ വണ്ടി കിട്ടൂല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇല്ല. ചെറിയ കിലോമീറ്റർ നമ്മൾ 61,000 കിലോമീറ്റർ ഗ്യാരണ്ടി ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 14 ലക്ഷം റുപ്യ. 14 ലക്ഷം റുപ്യ. ഒരു 50,000 റുപ്യ ഇറക്കാം, വണ്ടി ഇറക്കാം. അപ്പൊ അതാണ് ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ക്രിസ്റ്റയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. വെറും 61,000 കിലോമീറ്റർ ഓടിയിട്ടില്ല, അതും കിലോമീറ്റർ നമുക്ക് വാറണ്ടി വരുന്നതാണ്. ഒരു 50 രൂപ വേണ്ടി വണ്ടി ഉണ്ടാവും. അതും നമുക്ക് ഏതായിരുന്നു ഓപ്ഷനേ വരുന്നു? G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 61,000 കിലോമീറ്റർ, 17 മോഡല്, സിംഗിൾ സെക്കൻഡ് ഓണർ. ഇപ്പൊ നിലവിൽ നമ്പർ ആയപ്പോ സെക്കൻഡ് ഓണർ. അടുത്താണ് വീണ്ടും നമുക്കൊരു ക്രിസ്റ്റന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 ഒറിജിനൽ കേരള. അത്യാവശ്യം നമുക്ക് നല്ല ബമ്പേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ.
ഇത് നമ്മൾ 15.5 ലക്ഷം രൂപ കൊടുക്കാം. അപ്പൊ എന്താ അത്ര കുറവ് വരുന്നു? ഇത് അതിൻ്റെതായിട്ട് ചെറിയ മൈനസുകളുണ്ട്. മെക്കാനിക്ക് ജയിസ്പരമായിട്ടൊക്കെ ഗ്യാരണ്ടി ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കും. 15.5 ലക്ഷം രൂപ ഫുള്ള് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് 15.5 ലക്ഷം രൂപക്ക് കേരള വണ്ടി കേട്ടോ. കേരള വണ്ടി ലോൺ ഫുള്ളും കൊടുക്കാം. 19 മോഡൽ വണ്ടിയാണ്. 19 മോഡൽ വണ്ടി എക്സ്ചേഞ്ച് ഒന്നാണ്. ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. കസ്റ്റമർ പക്കാണെങ്കിൽ ഇതും കൊടുക്കാം. ക്യാഷ് ബാക്കും കൊടുക്കാം. അതായത് വണ്ടി പൈസ കമ്പനി വണ്ടി മോശം എന്നല്ല പറഞ്ഞ് എല്ലാ ഭാഗം മെക്കാനിക്കലൊക്കെ നമുക്ക് ടയോട്ടി പോയിക്കാണ്ട് ചെക്കപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഫുൾ ലോണും ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാം. പ്രൈസ് പറഞ്ഞാൽ നമുക്ക് 15,000 രൂപ. 15,000 രൂപയ്ക്ക് G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. അപ്പൊ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 G4 ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് നമുക്കൊരു 18,000 കൊടുക്കാം. അപ്പൊ ഇത് കിലോമീറ്റർ ഗ്യാരണ്ടി ഗ്യാരണ്ടി 70,000 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. എത്ര പൈസ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് 18-20 10-50 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കായി കൊടുക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 50 ഇതും 10 മാറ്റം നോക്കിയാൽ മതി. മാറ്റം നോക്കാം. അത്ര റേറ്റ് ഉണ്ട്. പക്ഷെ ഇതൊരു 50 രൂപ വണ്ടി ഇറക്കാം. ഇനി അടുത്ത് ക്രിസ്ത്യൻ നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന കളറാണ് മുന്തിരി കളർ അല്ലെ, ഗ്രേപ്പ് റെഡ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 റീ രജിസ്ട്രേഷൻ ആണ്. 1,16,000 കിലോമീറ്റർ Z ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള വണ്ടി അല്ലേ? അത്രയും ഗ്യാരണ്ടി പറഞ്ഞു. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വില ഇച്ചിരി കൂടും. 19,20,000 രൂപ കൊടുക്കും. 19-20 18 റുപ്യ 18-40 മാർക്കറ്റ്. കിലോമീറ്റർ ഗ്യാരണ്ടി ആണ്. കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്. അതിനുള്ള വിലയുണ്ട്. അത് നമുക്ക് 1.16 ഓടിയിട്ടുള്ളൂ. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5-2 രൂപയ്ക്ക് വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് ഇനി പേൾ വൈറ്റ് ഇല്ല, പേൾ വൈറ്റ് ടാക്സിക്കാരെ പരിഗണിച്ചില്ലാരണ്ട. ഓക്കെ. അപ്പൊ നമ്മൾ ഒറിജിനൽ കേരള വണ്ടി 2023 ഒറിജിനൽ കേരള വണ്ടി. 1,00,000 താഴെ കിലോമീറ്റർ ഓട്ടം. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ്. 1,00,000 താഴെ ഓടിയിട്ടുള്ളൂ. അവൻ ടാക്സി പെർമിറ്റിൽ പേൾ വൈറ്റ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 16 ലക്ഷം രൂപ ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണില്. അതെ. ഒറിജിനൽ കേരള വണ്ടി. അതും ചെറിയ കിലോമീറ്റർ വണ്ടിയാണ്. അത് ടാക്സി പെർമിറ്റിൽ ഒരു വണ്ടി നോക്കുന്നവർക്ക് ഇതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. എന്താ വെച്ചാൽ കാരണം നമുക്ക് ടാക്സി വണ്ടി ഇട്ട ഇച്ചിരി പാടാണ്. നമ്മൾ എടുക്കുമല്ലോ ഇത് വന്നപ്പെടുത്താൻ. 16 റുപ്യക്ക് അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. അടുത്ത ഇനോവ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2015 G4 ഓട്ടോമാറ്റിക്. G4 മാനുവൽ. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഫ്ലോയില് പോയതാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2 ലക്ഷത്തിന് കിലോമീറ്റർ എടുത്ത റീ രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്കൊരു 8,30,000 രൂപ കൊടുക്കാം. 50 റുപ്യനുള്ളിൽ ഇറക്കി കൊടുക്കാം. 50 റുപ്യ വണ്ടി ഇറക്കാം. അതെ. അല്ല ക്വാളിറ്റി വണ്ടി. നമുക്ക് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫോർച്യൂണർ ഇല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഫുള്ള് ക്രിസ്റ്റൽ ആയപ്പോഴേ ഫോർച്യൂണർ മരുന്നിന് കുറച്ച് 3 ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? ഷേപ്പില്ലാത്ത ചെറിയ സംഭവം ഉണ്ട്. ഓക്കെ. അതിന് നമ്മളിന്ന് കുറെ ഐക്രോസ് കൊടുത്തോളൂ അല്ലെ? അപ്പൊ ഇത് ബ്ലാക്കിലാണ്. ഇതെങ്ങനെയായിരുന്നു? 2010 നിലവിൽ പേപ്പർ തെറ്റി കിടക്കണം. പുതിയ പേപ്പർ എടുത്താണ് 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ ലോൺ കിട്ടുമെന്ന് ചോദിച്ചത് കിട്ടുകയാണെങ്കിൽ മേടിച്ചാൽ അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. ഓക്കെ. അപ്പൊ 9 റുപ്യക്ക് ഫുൾ പേപ്പർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 4x4 വണ്ടി 4x4 വണ്ടി ഒറിജിനൽ കേരള മൂന്നാമത്തെ ഓണർ. ഇതിന്റെ ഒരു വൈറ്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2014 കേരള വണ്ടി തന്നെയാണ്. അതെ. ഇത് നമുക്കൊരു 2 വീലർ ഓട്ടോമാറ്റിക് ആണ്. 2 ലക്ഷം കിലോമീറ്റർ. 13 റുപ്യ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണിൽ തന്നെ ഒറിജിനൽ കേരള ഒരു ഫോർച്യൂണർ. അത് നമുക്ക് 13 മോഡല് 14 മോഡൽ ഒറിജിനൽ കേരള 13 റുപ്യക്ക് ഫുൾ ലോൺ ആണ്. 2 വീലർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് ഫുൾ ലോണിൽ കേട്ടോ. അടുത്ത ഞാൻ എന്റെ ഒരു ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഇത് കേരള വണ്ടിയാണോ? അത് റീ ആണ്. 2012 2 വീലർ ഓട്ടോമാറ്റിക്. 2012 2 വീലർ ഓട്ടോമാറ്റിക്. 9,26,000 രൂപ കൊടുക്കാം. 9,25 ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് ലോണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടും. പക്ഷെ ഇയർ കമ്മിയായിരിക്കും. ഓക്കെ. ആ 2013 1.70 കറക്റ്റ് സർവീസിലുണ്ട്. കേരള വണ്ടി തന്നെയാണത്. അത് റീ ആണ്. അത് നമുക്കൊരു 11,500 രൂപ കൊടുക്കാം. 11 റുപ്യക്ക് അല്ലേ? ഏകദേശം നമുക്ക് ലോൺ എത്ര? ലോണൊക്കെ ഒരു ഉറുപ്പ്യാണെങ്കിൽ ഇറക്കാൻ കഴിയും. പക്ഷെ ഇയർ കമ്മിയായിരിക്കും. കമ്മിയാണ്. അപ്പൊ അതാണ് വേറെ 2 വീലർ ഓട്ടോമാറ്റിക്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊന്നുണ്ടായിരുന്നത് വിക്ടോയിലായിരുന്നു. അപ്പൊ വിക്ടോയിലെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ അടുത്തൊരു പാർട്ടി പറഞ്ഞാൽ ക്ലച്ചുകൾ അതേപോലെ തന്നെ അൽക്കസാറ് കാര്യങ്ങളൊക്കെ 7 സീറ്ററൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിടിലം പാർട്ടിയായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ
പാണായി സൗദിപ്പടിയാണ്. നമ്പർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിന്റെ മെയിൻ നമ്പറിൽ വാട്സപ്പ് ബാൻ ആയിട്ടുണ്ട്. അപ്പൊ ആ നമ്പർക്ക് അവർ മെസ്സേജ് അയക്കരുത്. അക്ക നമ്പർ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചാണ്ട് ചീത്ത പറയുന്നുണ്ട്. 9746 നമ്പർ ബാൻ ആയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് കാണിക്കുന്ന 9746 അതെ, ആ നമ്പറിൽ വാട്സപ്പ് ബാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ ഓർക്ക് നമ്മൾ നല്ലൊരു സമ്മാനം കൊടുക്കും. അപ്പൊ ആരെങ്കിലൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്തോളി. നമ്പർ വിളിച്ചാൽ കിട്ടും. അത് ചെയ്തു കൊടുത്താൽ നമുക്ക് രണ്ടുകൂട്ടർക്ക് നല്ലൊരു ഉപകാരമാണ്. നല്ല വെറുതെ ആക്കൂല, നല്ലൊരു ഗിഫ്റ്റും കൊടുക്കും. അപ്പൊ വിളിച്ചോളി കേട്ടോ. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് അഫ്സൽക സൈനിങ്.